ഹായ് ഗായ്സ്, ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഞാൻ ഇന്നൊരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. ഹൗ ഐ മേക്ക് ഫ്രൈഡ് റൈസ്. ഇത് ആക്ച്വലി എല്ലാവർക്കും ബാച്ചിലേഴ്സിനും ഇങ്ങനെ സിംഗിളായിട്ട് നിൽക്കുന്ന ഗേൾസിനും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. സോ ലെറ്റ്സ് സീ. ഗായ്സ്, ഇതിൻ്റെ ഹെൽപ്പറാണ്. അല്ല ഗൈസ്, ഇതാണ് മെയിൻ ഷെഫ്. ആദ്യം തന്നെ നമ്മൾ ഓൾറെഡി കുതിർത്ത് വെച്ച ബസ്മതി റൈസ് തിളച്ച് വെള്ളത്തിലോട്ടിട്ട് വേവിക്കണം. വേവിക്കുമ്പോൾ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ, വിനെഗർ, ലെമൺ ജ്യൂസ് ചേർക്കുക. അരി ഒരുപാട് വെന്തുടയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പാകത്തിനുള്ള വേവ് മാത്രം മതി. അതിനുശേഷം നമ്മൾ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ മുട്ട പൊരിച്ച് മാറ്റി വയ്ക്കുക. അതാണ് ആദ്യം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം, വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ അപ്പോൺ യുവർ ചോയ്സ്. സൺഫ്ലവർ ഓയിലായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് എല്ലാത്തിനും യൂസ് ചെയ്യാറ്. അത് ഒഴിച്ചതിന് ശേഷം മുട്ട നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ ഒരുപാട് ചെറുതാക്കരുത്, ഒരിത്തിരി വലിയ വലിയ പീസസ് ആയിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. പൊരിച്ചെടുക്കുമ്പോൾ ഉപ്പും കുരുമുളകും കൂടെ ചേർക്കുക. അതിനുശേഷം നമ്മളിനി വെജീസ് സോട്ട് ചെയ്യാൻ അടുത്തത് ചെയ്യുന്നത്. ആദ്യം എണ്ണ ഒഴിച്ച് എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചി ഇടുക. വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് ഒന്നായതിനു ശേഷം നമ്മൾ നേരെ സവോള പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർക്കുക. പിന്നെ ക്യാപ്സിക്കം, നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് അരിഞ്ഞതിന് ശേഷം അത് ചേർത്ത് ഒരുപാട് വഴണ്ട, ഒരു പച്ചമണം മാറുന്ന രീതിക്ക് വരെ വഴണ്ടാൽ മതി. അതിനുശേഷം നമ്മൾ മുട്ടയാണ് ചേർക്കുന്നത്. നേരത്തെ ഓൾറെഡി സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട അതിനകത്തോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഈ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള അരിയാണ്. എന്നിട്ട് സോയാ സോസ് ഒരു 2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ആഡ് ചെയ്യുക. അതിനുശേഷം പെപ്പർ പൗഡറും കൂടെ പുറമേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ കുത്തി ഇളക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. അരി പൊട്ടിപ്പോവാൻ വേണ്ടി പാടില്ല. അതുകൊണ്ടാണ് കുത്തി ഇളക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ റെഫർ ചെയ്ത യൂട്യൂബ് ചാനലിനകത്ത് ഒരു ഷെഫ് പറയുന്നുണ്ടായിരുന്നു ചൈനീസ് ഡിഷ് ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഉണ്ടാക്കണമെന്ന്. അങ്ങനെ അതിനെ പെയർ ചെയ്തത് നമ്മൾ അൽഫാം വെച്ചിട്ടാണ്. അൽഫാം പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് ഉള്ളി അരിഞ്ഞതും വെച്ചിട്ട് ഡെക്കറേഷൻ കഴിഞ്ഞു. ഞാൻ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. സോസ്, കുറച്ച് അൽഫാം. നന്നായിട്ടുണ്ട് ഗൈസ്. സോ അതൊരു ഈസി റെസിപ്പിയാണ്. എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഡൗട്ട് അടിക്കുന്നുണ്ടാവും, പക്ഷേ ഐ സ്വെയർ റൈസ് വാസ് ടേസ്റ്റി. അൽഫാമിൻ്റെ മസാലയ്ക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അതാണ് എൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? സൂപ്പർ. മുഖത്തൂടെ കാണിക്കേ. എന്താന്നും കൂടെ അറിയാതെ എഗ് ഫ്രൈഡ് റൈസ്. ഓക്കെ.